നമസ്കാരം. നമ്മൾ ബാംഗ്ലൂരിൽ 7 ദിവസവും നമ്മൾ നല്ല നാടൻ നോൺ വെജ് ഫുഡ് കിട്ടുന്ന ഒരു പുതിയൊരു PG മടിവാളിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ. അപ്പം ഇവരുടെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഹനുമാൻ ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ്. നമ്മൾ എന്തായാലും കാണേണ്ട ഒരു PG ആണ്. ഇദ്ദേഹമാണ് തുടങ്ങിയത്. ഇദ്ദേഹം 8 വർഷമായിട്ട് നമ്മുടെ എന്താ പറയുക ഈ മടിവാളുള്ള ഒരാളാണ്. ഇപ്പം അവർ ഹോട്ടൽ ഫീൽഡായിട്ട് ഹോസ്പിറ്റാലിറ്റി തന്നെയാണ് മെയിൻ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു PG ഒന്ന് കാണാം. ലിഫ്റ്റ് ഒക്കെ ഉണ്ട് അല്ലേ? പുതിയ പ്രോപ്പർട്ടി അല്ലേ? ബ്രാൻഡ് ന്യൂ ബിൽഡിംഗ് ആണ് സംഗതി. A to Z എല്ലാം ഉണ്ട് അല്ലേ? ഇത് 3 ഷെയറിംഗ്. അതെ. അപ്പോൾ പുതിയ ബിൽഡിംഗ് ആണ്, പുതിയ കോട്ടാണ്, പുതിയ ബെഡാണ്. പിന്നെ ഇത് ജെൻസ് PG ആണ്, ലേഡീസ് PG അല്ല. കാരണം ഇത്രയും വൃത്തി കൂടുതലായിട്ട് ലേഡീസ് PGക്കാണ് കൊടുക്കാറ്. നമ്മൾ പൊതുവെ ബാംഗ്ലൂരിൽ ജെൻസ് PGക്ക് ഇത്രയും വൃത്തിയിലേക്ക് എത്താറില്ല, കുറവാണ്. അപ്പോൾ പുതിയ ആ ഒരു ബിൽഡിംഗ് ആയതുകൊണ്ടും അതിൻ്റെ ആ ഒരു വൃത്തിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും 3 ഷെയറിംഗ് അല്ലേ? അതെ, 3 ഷെയറിംഗ് ഉണ്ട്, 2 ഷെയറിംഗ് ഉണ്ട്, സിംഗിൾ ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ 3 ഷെയറിംഗ് സിംഗിൾ ഷെയറിംഗ് വേണ്ടവർക്ക് ഇത് 2 ഒഴിവാക്കിയിട്ട് ഇതാക്കിയിട്ട് അങ്ങനെ. എല്ലാത്തിലും ഒരു ഹീറ്റർ ഒക്കെ ഉണ്ടോ ബാത്റൂമിൽ? ഹീറ്റർ ടോട്ടൽ അല്ലേ? ഓക്കെ. ബാത്റൂമൊക്കെ അത് ആരും യൂസ് ചെയ്തിട്ടില്ല, നിങ്ങൾ തന്നെ വന്ന് യൂസ് ചെയ്യേണ്ടി വരും. 1 വീക്ക് ആയിട്ടുള്ളൂ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട്, 1 വീക്ക് ആയിട്ടുള്ളൂ. അപ്പം എല്ലാ ഈ TV കാര്യങ്ങളെല്ലാം സ്മാർട്ട് TV ആണ് മെയിനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ റൂം എടുക്കുന്നതിനായിട്ട് ലാഭതാണ്. പിന്നെ നിങ്ങൾ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു ആഴ്ചത്തേക്കോ ഒരു മാസത്തേക്കൊക്കെ താമസിക്കാൻ വരുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇത് അടിപൊളിയാണല്ലോ. ഇതൊക്കെ 3 ഷെയറിംഗ് ആണ് ഈ ഒരു ഫ്ലോറിലുള്ള മൊത്തം റൂം. അപ്പം നമുക്കിപ്പം ഒരു ദിവസത്തേക്ക് ഒരാൾ വരികയാണെങ്കിലും അങ്ങനെ സെറ്റ് ചെയ്യാം. ഫുഡ് വേണമെങ്കിൽ അങ്ങനെ. അപ്പം നിങ്ങളിപ്പോൾ ഒരു ദിവസത്തേക്ക് വരികയാണ്, നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ഫുഡ്, നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ഒരു ചെറിയൊരു പ്രൈസിൽ താമസിക്കാൻ ഒരു സൗകര്യം വേണം മടിവാളിൽ. നല്ല വൃത്തിയുള്ള നല്ല സമാധാനത്തോടെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്പേസാണ് ഈ കോസിൻ്റെ ഇവരുടെ ഒരു PG എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരാഴ്ചത്തേക്ക് വരികയാണ്, നിങ്ങൾക്ക് അതിനായിട്ടൊരു പ്രൈസ് ഉണ്ട്. പിന്നെ ഒരു മാസത്തേക്ക് വരുന്ന പ്രൈസ് ഉണ്ട്. ഞാൻ പ്രൈസ് ഇവിടെ പറയാത്തത്, അത് നല്ല അഫോർഡബിൾ ആയിട്ടാണ് ഇവർ ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. കാരണം 7 days നോൺ വെജ് സൗകര്യങ്ങൾ, വാഷിംഗ് സൗകര്യങ്ങളും എല്ലാ ടെറസിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളും ടെറസിലുണ്ട്. പിന്നെ വൈഫൈ ഇല്ലേ? വൈഫൈ ഹൈ സ്പീഡ് വൈഫൈ ആണ്. 2 മോഡുണ്ട് ഓരോ ഫ്ലോറിലും. അപ്പോൾ ഈ ഒരു സിംഗിൾ ബെഡ് എന്ന് പറയുമ്പോൾ, സിംഗിൾ റൂം എന്ന് പറയുമ്പോൾ ഈ സൈസ് ആണോ ബെഡ് ഉണ്ടാവില്ല? സെയിം. ഇത് 2 ഇത് വരുന്നില്ല. അത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല വീട്ടിലെ റൂം പോലെ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഡബിൾ ബെഡ് പോലെ തന്നെ നിങ്ങൾക്കൊരു സിംഗിൾ പേഴ്സണുള്ള റൂമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജിമ്മ് എല്ലാ സൗകര്യങ്ങളും ഈ PGയിലുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോവാൻ മടിയാണ്. ജിമ്മിൽ പോകാൻ എല്ലാത്തിനും മടിയാണ്, കറങ്ങാൻ പോകാൻ മടിയില്ല. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു 7 ടൈം നോൺ വെജ് ഫുഡ്, അതേപോലെ തന്നെ ജിമ്മ് സൗകര്യങ്ങൾ, വാഷിംഗ് സൗകര്യങ്ങൾ, വൈഫൈ, റൂമിൽ നല്ല സ്മാർട്ട് TV, എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ന്യൂ റെഡി PG. കാരണം നിങ്ങളാണ് ഇവിടെ ഫസ്റ്റ് വരുന്നതെന്നുള്ള രീതിയിൽ തന്നെ പോരി. കാരണം ഇവർക്കിപ്പം റൂം ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1 വീക്കായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടത്. നല്ല അടിപൊളി സൗകര്യമാണ്. അപ്പോൾ ഒരു ജോലിക്ക് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വരുന്ന ഒരാൾ, ഇൻ്റർവ്യൂക്ക് വരുന്ന ഒരാൾക്കൊക്കെ പറ്റിയ അടിപൊളി സൗകര്യമാണ്. നിങ്ങളിപ്പോൾ ഇത്രയും ഫെസിലിറ്റി കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഈ ഒരു വാടക റെന്റ് കുറവല്ലേ? അതെ, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ. ഇത്രയും സൗകര്യത്തിന് ഇവർ പറഞ്ഞ റെന്റ് എന്ന് പറയുന്നത് കുറവാണ്. കാരണം അത് അത്രയും വരുന്നില്ല, അത്രേ ഞാൻ പറയുള്ളൂ. കാരണം 7 days നമ്മൾ നോൺ വെജ് തന്നെ മെയിനായിട്ട് കൊടുക്കുന്നത്. ഇവിടെ നല്ല ഫുഡ് വളരെ കുറവാണ് PGയിൽ. നിങ്ങൾ ഈ ഒരു PG ഫീൽഡ് തന്നെയാണോ മെയിനായിട്ട്? അല്ലല്ല, നമ്മൾ ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ലോഡ്ജ് കാര്യങ്ങളുണ്ട്, പിന്നെ 1 BHK സെറ്റപ്പ് ഉണ്ട്, 2 ബിൽഡിംഗ് 1 BHK സെറ്റപ്പ് ഉണ്ട്. എല്ലാ രീതിയിലുള്ള ഹോസ്പിറ്റാലിറ്റിയും ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളിപ്പോൾ ഇനി ഒരു ഫാമിലി ആയിട്ടാണ്, ഒരു ട്രിപ്പ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഹോട്ടൽ ലോഡ്ജ് റൂം വേണമെന്നുണ്ടെങ്കിലും ഈ കോസിനെ ഇവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവർക്ക് ഹോട്ടൽസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ മടിവാള ഇറങ്ങി നിങ്ങൾക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് വേണം, അതും ഇവരുടെ അടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കോ ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിനോ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒരു ഡേക്ക് മാത്രം നിങ്ങൾക്ക് അക്കോമഡേഷൻ വിത്ത് ഫുഡ് എന്നുള്ള രീതിയിൽ ഇവരിവിടെ സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക പുതിയ റെഡി ഫ്രഷ് PG. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവരോട് ചോദിച്ചറിഞ്ഞോളൂ. ഞാൻ എന്തായാലും ഇവരെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നല്ല വാഷിംഗ് സൗകര്യങ്ങളും നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മടിവാള. ഇതിൽ കുറെ ഇനി ഇൻക്ലൂഡ് ആവാണ്ട് പ്ലാനറ്റ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ചൊരു
ഡ്യൂട്ടി ആയിട്ട് ടെറസിൽ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ല, അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഫിനിഷ് ചെയ്തോണം. ഓക്കെ. എന്തായാലും മടിവാള ഏരിയയിൽ നല്ലൊരു ന്യൂ ബിൽഡിംഗ്, ന്യൂ PG ഒക്കെ കിട്ടാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. താങ്ക് യു.